നമസ്കാരം. നിങ്ങൾ കാത്തിരുന്ന വീഡിയോ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആ ചാപ്റ്ററിൻ്റെ നിങ്ങളുടെ പേടി സ്വപ്നമായ ചാപ്റ്ററിനെ വളരെ ലളിതമായിട്ട് നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതിനെ മെരുക്കാനുള്ള ഒരേ ഒരു വീഡിയോ ഇതാണ്. ഓക്കെ, ഒരു 10-15 മിനിറ്റ് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്കതിലെ എല്ലാ റേ ഡയഗ്രാംസും വരയ്ക്കാൻ പറ്റും. അതിൻ്റെ ബേസിക് ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ ആ റേ ഡയഗ്രാംസ് വരെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒറ്റ വീഡിയോ കണ്ടാൽ മതി. ഇത് നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്, CBSEക്ക് പഠിക്കാനുണ്ട്, +1 വരുമ്പോൾ എല്ലാ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് റേ ഡയഗ്രാംസ് വരയ്ക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഓക്കെ, അപ്പോൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ മിററിനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലേ, പ്ലെയിൻ മിററിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖം നോക്കാൻ വേണ്ടി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്ലെയിൻ മിറർ എന്ന് നമുക്കറിയാം. അപ്പോൾ മിററിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. മിററിനെ കുറിച്ച് പഠിക്കുമ്പോൾ 2 വാക്കുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്, രണ്ടാമത്തത് ഇമേജ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മിററിൻ്റെ ഫ്രണ്ടിൽ എന്ത് വെക്കുന്നോ അതാണ് ഒബ്ജക്റ്റ്. ഞാൻ ഈ പേന ഞാൻ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുകയാണെങ്കിൽ ഈ പേന ഒരു ഒബ്ജക്റ്റാണ്. ഓക്കെ, ഇനി ഈ മിററിനകത്ത് കാണുന്നൊരു പേന ഉണ്ടാവുമല്ലോ, ഞാനാണ് ഫ്രണ്ടിൽ വയ്ക്കുന്നതെങ്കിൽ ഞാൻ ഒബ്ജക്റ്റാണ്. ഇനി മിററിനകത്ത് കാണുന്നൊരു ഞാൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഈ പേന ഉണ്ടാവുമല്ലോ, അതിനാണ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ മിററിനകത്ത് ഫോം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മിറർ റിഫ്ലക്റ്റ് ചെയ്ത് എടുക്കുന്ന സാധനമാണ് എന്ത്, ഇമേജ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് എൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന സാധനമാണ് ഒബ്ജക്റ്റ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കുക. ഇമേജിന് ചില പ്രത്യേകതകളുണ്ട്. ഇമേജ് ചിലപ്പോൾ ഈ മിററിനകത്ത്, നമ്മളിപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ കണ്ണാടിക്ക് അകത്താണ് നമ്മളെ കാണുന്നത് അല്ലേ. കണ്ണാടിക്ക് അകത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഏരിയ ഇല്ലാത്തതാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ള അങ്ങനെ ഒരു ഏരിയ ഇല്ല. അത് ഒരു വിർച്വൽ ആയിട്ടുള്ള ഏരിയ ആണ്. അതിനെ വിർച്വൽ ഇമേജ് എന്നാണ് നമ്മൾ. അപ്പോൾ വിർച്വൽ ഇമേജ് എന്ന് നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. എന്താണ് വിർച്വൽ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ യഥാർത്ഥത്തിലുള്ളൊരു രൂപമില്ല, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ഥലമില്ല. അങ്ങനെ ഒരു ഇമേജിനെയാണ് നമ്മൾ വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ണാടിയുടെ ബാക്കിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പേനെ കാണാൻ പറ്റില്ല. ഓക്കെ, അതൊരു വിർച്വൽ ഏരിയ ആണ്, അല്ലെങ്കിൽ വിർച്വൽ ഇമേജ് നമുക്ക് പറയാം. അത് ഒന്നാമത്തെ ടേം വിർച്വൽ. അപ്പോൾ വിർച്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ടേം വേണമല്ലോ. വിർച്വലിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ടേമാണ് റിയൽ. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമേജിനെ ഒരു സ്ക്രീനിൽ പുറത്ത്, കണ്ണാടിക്ക് പുറത്തൊരു സ്ക്രീനിൽ അല്ലെങ്കിൽ ഫിത്തിയിലൊക്കെ പതിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതാണ് റിയൽ ഇമേജ്. അപ്പോൾ റിയൽ ഇമേജും വിർച്വൽ ഇമേജ് തമ്മിലുള്ള വ്യത്യാസമാണ്. വിർച്വൽ ഇമേജ് കണ്ണാടിക്ക് അകത്ത് ഫോം ചെയ്യുന്നതാണ്. റിയൽ ഇമേജ് കണ്ണാടിക്ക് പുറത്ത് നമുക്ക് ഏതെങ്കിലും സ്ക്രീനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വോളിലോ ഒക്കെ നമുക്ക് ഫോം ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ അതിനെ റിയൽ ഇമേജ് എന്ന് പറയും. ഇനി ഇമേജിൻ്റെ മറ്റൊരു പ്രത്യേകത ഇൻവേർട്ടഡ് ഓർ ഇറക്റ്റ് ഇമേജ്. ERECT. ഓക്കെ, ഇൻവേർട്ട് ഓർ ഇറക്റ്റ് ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലതിരിഞ്ഞ ഇമേജാണ്. ഇപ്പോൾ ഈ പേന നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ണാടിക്കകത്ത് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ അത് ഇൻവേർട്ടഡ് ഇമേജാണ്. ഇങ്ങനെ തന്നെ കാണുകയാണെങ്കിൽ അത് ഇറക്റ്റ് ഇമേജാണ്. ഓക്കെ, അതാണ് ഇൻവേർട്ടഡും ഇറക്റ്റ് ഇമേജും തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കുക. ഇനി മറ്റൊരു പ്രത്യേകതയുണ്ട്, ഡിമിനിഷ്ഡ്, എൻലാർജ്ഡ്. ഈ 3 പ്രത്യേകതകൾ ഓർത്തിരിക്കുക. ഡിമിനിഷ്ഡ്, എൻലാർജ്ഡ്. ഓക്കെ, ഈ 2 വാക്കുകൾ ഓർത്തിരിക്കുക. ഡിമിനിഷ്ഡ്, എൻലാർജ്ഡ്. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ചെറുത്, എൻലാർജ്ഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈഡ് അല്ലെങ്കിൽ വലുത്. അപ്പോൾ നമ്മൾ കണ്ണാടി, നമ്മുടെ സാധാരണ മുഖം നോക്കുന്ന പ്ലെയിൻ കണ്ണാടി നമ്മൾ പ്ലെയിൻ മിറർ എന്നാണ് പറഞ്ഞത്. ഈ പ്ലെയിൻ മിററിനാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയുള്ള ഇമേജാണ് കാണാൻ പറ്റുന്നത്. പ്ലെയിൻ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ വിർച്വലാണോ റിയൽ ആണോ? വിർച്വൽ ഇമേജാണ്, കാരണം കണ്ണാടിക്കകത്താണ് നമ്മുടെ മുഖം കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് പ്ലെയിൻ മിററിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വിർച്വൽ ഇമേജ് ആയിരിക്കും കാണുന്നത്, ആണല്ലോ. ഇനി പ്ലെയിൻ മിററിൽ ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ഇമേജ് ആണോ, തല തിരിഞ്ഞാണോ നേരെയാണോ കാണുന്നത്? നമ്മൾ നേരെയല്ലേ കാണുന്നത്. സോ ഒരു പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയാണേ. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നത് ഒരു എന്താണ്, ഇറക്റ്റ് ഇമേജ് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഡിമിനിഷ്ഡ് ആണോ എൻലാർജ്ഡ് ആണോ, ചെറിയ ഇമേജ് ആണോ വലിയ ഇമേജ് ആണോ? രണ്ടുമല്ല. പ്ലെയിൻ മിററിൽ നമ്മൾ കാണുന്നത് സെയിം സൈസിലുള്ള ഇമേജാണ്. അതേ നമ്മളിപ്പോൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അതേ രൂപം തന്നെയാണ് കാണുന്നത്, അതേ വലിപ്പത്തിലുള്ള രൂപം തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് അത് ഇമേജ് ഈസ് സെയിം ആസ് ദ ഒബ്ജക്റ്റ്. ഇമേജ് സൈസ് ഈസ് സെയിം ആസ് ദ ഒബ്ജക്റ്റ് എന്ന് പറയാം. അതായത് ഇമേജിൻ്റെ സൈസും ഒബ്ജക്റ്റിൻ്റെ സൈസും സെയിം ആയിരിക്കും. ഇനി പ്ലെയിൻ മിററിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം തന്നെയായിരിക്കും. മനസ്സിലായില്ല? അതായത് നമ്മൾ ഇപ്പോൾ ഈ പേന മിററിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച്, ഇത് മിററാണ്, ഇത് പേനയാണെന്ന് വിചാരിക്കാം, ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് അപ്പോൾ ഇതിനകത്തൊരു പേന ഇവിടെ കാണാൻ പറ്റുമല്ലോ. ഇനി ഞാനിത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനകത്തുള്ള പേനയും ഇങ്ങോട്ട് വരും. ഞാനിത് ബാക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനകത്തുള്ള പേനയും ദൂരേക്ക് പോകും, ആണല്ലോ. നമ്മൾ കണ്ണാടി ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കണ്ണാടിയിലെ ആളും ഫ്രണ്ടിലേക്ക് വരും. നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ കണ്ണാടിയിലെ ആളും ബാക്കിലേക്ക് തന്നെ പോകും, അല്ലേ? അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും എപ്പോഴും. അത് പ്ലെയിൻ മിററിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്ലെയിൻ മിററിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടി നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണിത്. അതാണ് നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയും. അതായത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ വലത്തെ കൈ പൊക്കി കഴിഞ്ഞാൽ ഇടത്തെ കൈ പൊക്കുന്നതായിട്ട് നമുക്ക് തോന്നും, ആണല്ലോ. വലത്തുള്ളതെല്ലാം ഇടത്തോട്ടും ഇടത്തുള്ളതെല്ലാം വലത്തോട്ടും. അതിനെ ലാറ്ററൽ ഇൻവേർഷൻ. നമ്മൾ ആംബുലൻസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ പേര് എഴുതിയിരിക്കുന്നുണ്ടല്ലേ, തലതിരിച്ചല്ലേ കാണുന്നത്, തലതിരിച്ചല്ലേ എഴുതിയേക്കുന്നത്.
അല്ലേ? അപ്പോൾ ഇതെല്ലാം ഇത് ലാറ്ററൽ ഇൻവേർഷൻ. എന്തുകൊണ്ടാണ്? ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ നേരെ കാണാൻ വേണ്ടിയിട്ടാണ്, അതിന് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒരു മിറർ അല്ലെങ്കിൽ ഇമേജ് ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് നേരെ മിററിലേക്ക് പോവാം. മിററിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം ഒരു ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പലർക്കും തെറ്റുന്നതാണ്. ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതൊരു റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്, അല്ലെങ്കിൽ ഒരു മിറർ നമ്മളിങ്ങനെ ചരിച്ച് വെച്ചിരിക്കുകയാണ് വിചാരിക്കുക. നമ്മളൊരു മിറർ ചരിച്ച് വെച്ചിരിക്കുകയാണ്, ഇതിനകത്തേക്ക് ഒരു റേ വന്ന് വീഴുന്നു. ഇതാണ് ആ വന്ന് വീഴുന്ന റേ നമ്മൾ പറയുന്ന പേര് ഇൻസിഡൻറ്റ് റേ എന്നാണ്. വന്ന് വീഴുന്ന റേ എന്താണ്? ഇൻസിഡൻറ്റ് റേ എന്നാണ്. ഇവിടെ വന്ന് തട്ടിയിട്ട് ഇത് നേരെ തിരിച്ചു പോകുന്നു. ഇതിനെ നമുക്ക് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയാം. ഓക്കെ, റിഫ്ലക്റ്റഡ് റേ എന്ന് പറയാം. അപ്പോൾ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ ഒരു മിററിലേക്ക് വന്ന് വീഴുന്ന മീൻസ് വന്ന് വീഴുന്ന റേ, അതാണ് എന്ത്? ഇൻസിഡൻറ്റ് റേ. ഇനി വന്ന് തട്ടി തിരിച്ചു പോകുന്ന റേ ആണ് റിഫ്ലക്റ്റഡ് റേ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക വിചാരിക്കും. ഒരു 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈനെ നമുക്ക് നോർമൽ എന്ന് പറയും. നോർമൽ 90 ഡിഗ്രിയിൽ നമ്മൾ നേരെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നോർമൽ എന്ന് പറയും. ഇനിയാണ് ഓർത്തിരിക്കേണ്ടത്, നമ്മളിവിടെ ഇൻസിഡൻറ്റ് റേക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ആംഗിൾ ഐ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് നോർമലിനും റിഫ്ലക്റ്റഡ് റേക്കും ഇടയ്ക്കുള്ള ആംഗിളിനെ നമ്മൾ ആംഗിൾ ആർ എന്ന് പറയും, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ടേംസ് വന്നു, ഒന്ന് ആംഗിൾ ഐയും ആംഗിൾ ആറും. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഇതാണ് നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. മനസ്സിലായോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അതായത് ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഇനി ഇത് മൂന്നും ഒരു സെയിം പ്ലെയിനിലായിരിക്കും. ദീസ് 3 ലൈൻസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇതാണ് നമ്മൾ 7th പഠിച്ചതാണെങ്കിലും ഇതിലും ഓർത്തിരിക്കുക. ഇതാണ് നമ്മുടെ പ്ലെയിൻ മിററിൻ്റെ കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യം, ഇത് ഏത് ക്ലാസ്സിലാണെങ്കിലും നമ്മൾ പുതിയതായിട്ടൊരു പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ഫെറിക്കൽ മിറേഴ്സാണ്. സ്ഫെറിക്കൽ മിറർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പേര് തന്നെയുണ്ട്, സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റൗണ്ടാണ് അല്ലേ, ഒരു സർക്കിളല്ല. സ്ഫിയർ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. നമ്മൾ ഫുട്ബോളില്ലേ, അതുപോലെയുള്ളൊരു 3 ഡയമെൻഷണൽ സ്പേസ് ആണ്, ഒരു സർഫസ് ആണ് എന്ത് നമുക്ക് സ്ഫിയർ എന്ന് പറയുന്നത്. സ്ഫിയർ. അപ്പോൾ സ്ഫിയറിൻ്റെ പാർട്ടായിട്ടുള്ള മിറർ എന്ന് ഓർത്തിരുന്നാൽ മതി. സ്ഫെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥമാണ് സ്ഫിയറിൽ നിന്ന് നമ്മളൊരു മിററിനെ കട്ട് ചെയ്തെടുത്താൽ എങ്ങനെയായിരിക്കും, അതാണ് സ്ഫെറിക്കൽ മിറർ. സ്ഫിയറിൽ നിന്ന് നമ്മളൊരു മിററിനെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. നോക്കി, ഈ ഒരു സ്ഫിയറിൽ നിന്ന് ഈ സ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഫിയറിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പുറത്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു ലൈൻ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്ഥലം, ഇവിടെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. അതായത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ മുഖം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഈ പടത്തിൻ്റെ അർത്ഥം അതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞുള്ള അർത്ഥം, ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഭാഗത്ത് നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ റഫ് സർഫസ് ആയിരിക്കും. മറ്റേ നമ്മുടെ മുഖം കാണാൻ പറ്റുന്ന ഭാഗം ഷെയ്ഡ് ഇല്ലാത്ത ഭാഗമായിരിക്കും, ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ ഈ മിററിനകത്ത് അല്ലെങ്കിൽ ഈ സ്ഫിയറിനകത്ത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത്, അതായത് ഈ സ്ഫിയർ ഒരു ഫുട്ബോളാണ്, ഗ്ലാസിൻ്റെ ഒരു ഫുട്ബോളാണെങ്കിൽ ആ ഫുട്ബോളിൻ്റെ പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഫുട്ബോളാണ്, അല്ലെങ്കിൽ ഒരു സ്ഫിയറാണ് ഇരിക്കുന്നത്. ഈ സ്ഫിയറിൽ നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഇങ്ങനെ ഒരു സാധനം കിട്ടി, മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു സാധനം കിട്ടി. ഇതിൻ്റെ റിഫ്ലക്ഷൻ എവിടെയാണ് വരുന്നത്? പുറത്താണ് വരുന്നത്. പുറത്താണ് റിഫ്ലക്ഷൻ വരുന്നത്, അവിടെയാണ് റിഫ്ലക്ഷൻ വരുന്നത്. ഇങ്ങനെ ഒരു സാധനം കിട്ടി. ഇതൊരു സ്ഫെറിക്കൽ മിററാണ്. ഇനി നമ്മൾ വേറൊരു സ്ഫിയറിനെ കൺസിഡർ ചെയ്യുന്നത്, ഞാൻ ഇങ്ങോട്ട് വേറൊരു സ്ഫിയർ വരയ്ക്കുന്നു. ഈ സ്ഫിയറിൻ്റെ പ്രത്യേകത, ഈ സ്ഫിയറിൻ്റെ അകത്താണ് റിഫ്ലക്ഷൻ. ഇതിൻ്റെ പുറത്ത് റിഫ്ലക്ഷൻ ചെയ്യില്ല. പുറത്ത് മൊത്തം പെയിൻ്റ് അടിച്ച് വെച്ചേക്കണം വിചാരിക്കുക. അകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അകത്താണ് ഗ്ലാസ് ഉള്ളത്, അകത്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ, മുട്ടത്തല പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടും, ഒരു മിറർ കിട്ടും. ഈ മിററിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ അകത്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ പുറത്ത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിഫ്ലക്റ്റ് ചെയ്യില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അകത്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 2 സ്ഫെറിക്കൽ മിറേഴ്സ്. പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈറ്റ് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് കോൺവെക്സ് മിറർ എന്ന് പറയും. തിരിച്ചും വയ്ക്കാം കേട്ടോ, തിരിച്ച് വെള്ളം വെച്ചാൽ ഇതെടുത്ത് തിരിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും കോൺവെക്സ് മിറർ. നിങ്ങളിപ്പോൾ അത് കണ്ടിട്ട് സംശയിക്കേണ്ട. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കോൺവെക്സ് മിററാണ്. ഇതിൻ്റെ നോക്കിയാൽ മതി,
മിററിൻ്റെ അടുത്ത് അപ്പുറത്തും വെച്ചേക്കുന്നത് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൻ്റെ പുറത്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മുഖം കാണാൻ പറ്റുമെങ്കിൽ അത് കോൺവെക്സ് മിറർ, ഇവിടെ നമുക്ക് മുഖം കാണാൻ പറ്റുമെങ്കിൽ അത് കോൺവെക്സ് മിറർ. ഇവിടെ നമുക്ക് എന്താണ് മുഖം കാണാൻ പറ്റുമെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൺകേവ് മിറർ. കേവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ഒരു ഗുഹ പോലെ ഇരിക്കുന്ന സാധനമാണ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ അതായത് നമുക്ക് ഇങ്ങോട്ട് അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന മിററാണ് കോൺകേവ് മിറർ. മനസ്സിലായോ? കോൺവെക്സ് മിററും കോൺകേവ് മിററും ഈ രണ്ട് മിറേഴ്സാണ് സ്ഫെറിക്കൽ മിറേഴ്സ്. ക്ലിയർ ആയോ? സ്ഫെറിക്കൽ മിറേഴ്സ് എന്താണെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് മനസ്സിലായല്ലോ സ്ഫെറിക്കൽ മിറേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയറിൻ്റെ പാർട്ടാണല്ലോ. പ്ലെയിൻ മിറർ അങ്ങനെയല്ല, പ്ലെയിൻ മിറർ നേരെയാണ് ഇരിക്കുന്നത്. പക്ഷേ സ്ഫെറിക്കൽ മിറേഴ്സ് ഇങ്ങനെ വളഞ്ഞാണ്ടിരിക്കുന്നതിന് കാരണം ഇത് രണ്ടും സ്ഫിയറിൻ്റെ പാർട്സാണ്. സ്ഫിയർ എന്താണെന്ന് അറിയാം. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഈ മിറർ ഫോം ചെയ്തത് എന്നും പറഞ്ഞു. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ സ്ഫെറിക്കൽ മിറർ ഫോം ചെയ്തതെന്ന്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ സ്ഫിയർ അങ്ങ് മായ്ച്ച് കളയാൻ പോവാണ്. ഇതിൻ്റെ സ്ഫിയർ അങ്ങ് മായ്ച്ച് കളയുന്നതിന് മുമ്പ് വേണ്ട, മായ്ച്ച് കളയണ്ട, നമുക്ക് ഇതിനകത്ത് വെച്ച് തന്നെ പറയാം. ഇതിനകത്തുള്ള കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റേ ഡയഗ്രാം പഠിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ടേംസ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ടേംസ് നമ്മൾ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, നമ്മൾ ഈ സ്ഫിയറിൽ നിന്നാണ് ആ മിറർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ ഈ സ്ഫിയറിന് ഒരു സെൻറ്റർ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇത് സർക്കിളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെൻറ്റർ കാണുമല്ലോ. ഇതാ സെൻറ്റർ ഉണ്ട് അല്ലേ. ഈ സെൻറ്ററിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും, സി എന്ന് പറയും. എന്താണ്? സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിററിൻ്റെ ഏകദേശം എവിടെ വരും? ഈ മിററിൻ്റെ ഏകദേശം എന്താ ഇവിടെ വരും, സി, സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലേ. ഈ മിററിൻ്റെ ആണെങ്കിൽ ഇവിടെ സി വരും ഏകദേശം. അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചർ നമുക്ക് ഇനി സ്ഫിയർ തരില്ല, നമുക്ക് ഈ മിറർ മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ മിറർ മാത്രം തരുമ്പോൾ ഓർത്തിരിക്കുക, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ആ മിററിനെ ഒരു ഫുൾ സർക്കിളായിട്ട് എടുക്കുമ്പോൾ ആ സർക്കിളിൻ്റെ സെൻറ്റർ, അതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു മിററിനെ നമ്മളൊരു ഫുൾ സർക്കിളായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ, ആ സർക്കിളിൻ്റെ സെൻറ്ററാണ് എന്ത്? സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ സി എന്ന് പറയുന്നത്. ഓർത്തിരിക്കാം ആണല്ലോ. ഇനി നോക്കിയേ, നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് എങ്ങോട്ടെങ്കിലും വരയ്ക്കുന്ന ഒരു ലൈൻ, ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ലൈൻ, സെൻറ്ററിൽ നിന്ന് നമ്മൾ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ റേഡിയസ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ, ആർ എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ നോക്കിയേ, ഇതാണ് ആർ, റേഡിയസ് ഓഫ് കർവേച്ചർ ആർ. മനസ്സിലായല്ലോ? ആർ റേഡിയസ് ഓഫ്, ഇവിടെ കർവേച്ചർ എന്നും കൂടെ പറയുന്നുണ്ട്. എന്താണ്? റേഡിയസ് മാത്രമല്ല, റേഡിയസ് ഓഫ് കർവേച്ചർ ആർ എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മുടെ ഈ മിററിൻ്റെ ഒരു സെൻറ്റർ കാണുമല്ലോ, ഈ മിററിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ്, മിറർ ഇത്രയും മുറിച്ച് വെച്ചേക്കല്ലേ, ആ മുറിച്ച് വെച്ചേക്കുന്ന സെൻറ്റർ പോയിന്റ് നമ്മൾ പി അല്ലെങ്കിൽ പോൾ എന്നാണ് പറയുന്നത്. പി അല്ലെങ്കിൽ പോൾ എന്ന് പറയും. ഈ മിററിൻ്റെ സെൻറ്ററിൽ നമുക്ക് പോൾ എന്ന് പറയും. ഈ പോളിലൂടെ നമ്മൾ നേരെ അങ്ങ് വരച്ച് പോവുകയാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് പോളിലൂടെ നേരെ അങ്ങ് വരയ്ക്കുന്ന ലൈനുണ്ട്, അതിനെ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിനെ ഇങ്ങനെ നേരെ വരച്ച് പോകുന്ന ലൈനുണ്ടല്ലോ, ഈ നേരെ വരച്ച് പോകുന്ന ലൈനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ്. ഒരു ടൈം കൂടെ പഠിക്കാണ്ട് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും പോളിൻ്റെയും കൂടെ മിഡ് പോയിന്റിനെ നമുക്ക് ഫോക്കസ് എന്ന് പറയും. ഫോക്കസ് അല്ലെങ്കിൽ എഫ് എന്ന് പറയും. ഫോക്കസ് ഇവിടെയായിരിക്കും ഇതിൻ്റെ ഇമേജ് ഒക്കെ വീഴുന്നത്, കൂടുതലും ഫോക്കസിലായിരിക്കും. അപ്പോൾ ഇതാണ് ഫോക്കസ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് ഇതാണ്, ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ ഇത്രയും ടേംസ് നിങ്ങൾ ഓർത്തിരിക്കാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ആ ടേംസ് ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതി നോക്കാം. ഒന്നാമത്തത് സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിററിനെ നമ്മൾ ഫുള്ളായിട്ട് ഒരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്ററാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണല്ലോ. ഇനി അടുത്തത് റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് മിററിലേക്ക് വരയ്ക്കുന്ന, പിയിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈനെ, പിയിലേക്ക് എങ്ങോട്ട് വേണം വരയ്ക്കുക, അതിനെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ടേം നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് ഫോക്കസ് അല്ല, പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിയിൽ നിന്ന് നമ്മൾ പിയിലൂടെ മിററിൻ്റെ സെൻറ്ററിലൂടെ നീളത്തിൽ വരയ്ക്കുന്ന ലൈനിനെ നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ പി, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് ഇപ്പം നമുക്ക് പറയാം. പി എന്ന് പറയുന്നത് പോളാണ്. പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ എന്താണ്, മിററിൻ്റെ സെൻറ്ററിനെ നമുക്ക് പോൾ എന്ന് പറയാം. ഇത്രയും ടേംസേ പഠിച്ചുള്ളൂ. ഇത്രയും ടേംസ് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പി എന്നും സി എന്നും ആർ എന്നും പ്രിൻസിപ്പൽ ആക്സിസ് എന്നൊക്കെ പറയത്തുള്ളൂ കേട്ടോ. അതെന്താണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇനി നമുക്ക് റേ ഡയഗ്രത്തിലേക്ക് പോകാം. റേ ഡയഗ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ടേംസ് മനസ്സിലായല്ലോ, ഇത്രയും പോയിൻറ്റ്സ് മനസ്സിലായല്ലോ. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള റേ ഡയഗ്രാംസ് ആണ്. അതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇത്രയും നേരം ശ്രദ്ധിച്ചിരുന്ന പോലെ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. അതായത് റേ ഡയഗ്രാംസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു
ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. റേ ഡയഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിററിനകത്ത് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് സാധാരണ മിറർ പോലെയല്ല കോൺവെക്സ് മിററും കോൺകേവ് മിററും. കോൺവെക്സ് മിററും കോൺകേവ് മിററും എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ, വീഡിയോ കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ഒരു മിറർ പോലെയല്ല കോൺവെക്സും കോൺകേവും. ഇതിനകത്ത് ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് ഇമേജിലും വ്യത്യാസം ഉണ്ടാവും. ഇമേജ് ഫോം ചെയ്യുന്ന സ്ഥലത്ത് വ്യത്യാസം ഉണ്ടാവും. അതാണ് കോൺവെക്സും കോൺകേവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്ലെയിൻ മിററും കോൺകേവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഏതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്ന മുഴുവനും കോൺകേവ് മിററിൻ്റെ കുറച്ച് റേ ഡയഗ്രാംസ് നമുക്ക് വരയ്ക്കാനുണ്ട്. റേ ഡയഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് വന്ന് വീഴുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് ഈ റേ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അതിനാദ്യം പഠിക്കുന്ന ഒരു 4 റൂൾസ് പഠിക്കേണ്ടത്. 4 നിയമങ്ങൾ പഠിക്കേണ്ട. ഈ 4 നിയമങ്ങൾ പഠിച്ചാൽ പിന്നെ നിങ്ങൾ ആ ഒരു ടേബിൾ കാണാതെ പഠിക്കുകയേ വേണ്ട. നിങ്ങൾക്ക് ഏത് കണ്ടീഷൻ തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് വെച്ച് റേ ഡയഗ്രാം വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഒരു 4 നിയമങ്ങൾ മാത്രം പഠിച്ചാൽ 4 റൂൾസ്. തുടങ്ങാം. എങ്ങനെയാണ് ആ റൂൾസ് എന്ന് നോക്കാം. ഒന്നാമത്തെ റൂൾ ഇതാണ്. ഞാൻ വളരെ റഫായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. ഈ വീഡിയോ അല്ലെങ്കിൽ ഞാൻ കോമ്പസ് ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഒരുപാട് ലെങ്താവും. നിങ്ങൾക്ക് നാളെ എക്സാമിൻ്റെ തലേന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ അങ്ങനെ കാണുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് വളരെ ബോറായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരച്ചുകൊണ്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ, വീണ്ടും പറയുകയാണ്, നിങ്ങൾ സ്കൂളിൽ എക്സാമിന് വരയ്ക്കുമ്പോൾ കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് വേണം ഈ ഫിഗർ വരയ്ക്കാൻ. അല്ല ഞാൻ റഫായിട്ട് വരച്ചു എന്ന് കരുതി റഫായിട്ട് വരച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. വൃത്തിയായിട്ട് വരച്ചാൽ മാത്രമേ എൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറും റേഡിയസ് ഓഫ് കർവേച്ചറും പോളും എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കോമ്പസ് ഒക്കെ വെച്ച് വൃത്തിയായിട്ട് വേണം അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നീറ്റായിട്ട് വരയ്ക്കണേ. അപ്പോൾ ഞാനത് റഫായിട്ട് വരയ്ക്കാൻ പോകണം. എനിക്ക് നാളെ എക്സാം ഇല്ല, അതുകൊണ്ട് ഞാൻ റഫായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ഒരു ഏത് മിറർ വേണം? കോൺകേവ് മിറർ നോക്കാം അല്ലേ. കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. കോൺകേവ് മിററിൻ്റെ അകത്താണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇതൊരു കോൺകേവ് മിററാണ്. ഇതാണ് കോൺകേവ് മിററിൻ്റെ സി എന്ന് പറയുന്നത്. സിയിലൂടെ ഞാൻ ഇതാണ് എൻ്റെ ഫോക്കസ്. ഒരു ലൈൻ വരച്ചത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇതാണ് പി. ഫസ്റ്റ് റൂൾ ഒരു കോൺകേവ് മിറർ ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് റൂൾ കോൺകേവ് മിറർ മാത്രം വെച്ചിട്ട് ഞാൻ പറയട്ടെ. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് റേ ഇതിൽ പാരലായിട്ട് വന്ന് വീഴുന്നു വിചാരിക്കാം. when a light ray falls parallel to the principal axisന് പാരലായിട്ട്, പാരലൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരേ ഡിസ്റ്റൻസിൽ നേരെ വന്നതിൽ വീണ് കഴിഞ്ഞാൽ ഇത് തിരിച്ചു പോകുന്നത് ഫോക്കസ് വഴിയായിരിക്കും. ഇതാണ് ഒന്നാമത്തെ റൂൾ. അതായത് ഒരു പാരലലിൽ എങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന എല്ലാ റേസും പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ഇങ്ങനെ ഒരു റേ എന്ന് വിചാരിക്കുക. ഇത് വന്ന് ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ആരോ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ട് പോകുന്ന റേ ഇങ്ങോട്ട് പോകുന്ന റേയും. അങ്ങോട്ട് പോകുന്ന ആരോ മാർക്ക് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ച് ഏത് വഴി പോകും? തിരിച്ച് ഫോക്കസ് വഴി വേണം തിരിച്ചു പോകാൻ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റൂൾ. വളരെ സിമ്പിളായിട്ടുള്ള റൂളാണ് ഒന്നാമത്തെ റൂള്. കോൺവെക്സിനും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ ആകുന്നില്ല. കോൺവെക്സിനും സെയിം തന്നെയാണ്. ടെക്സ്റ്റിൽ ഇമേജ് തപ്പുണ്ട്. അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടൊരു റേ വന്നു കഴിഞ്ഞാൽ അത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും, ഫോക്കസിൽ കൂടെ റിഫ്ലക്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ ഫസ്റ്റ് റൂള്? എളുപ്പമല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ റൂള് പറയാം. അപ്പോൾ ആദ്യത്തെ റൂള് മനസ്സിലായി. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട്, പ്രിൻസിപ്പൽ ആക്സിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു റേ വന്ന് വീണ് കഴിഞ്ഞാൽ അത് നേരെ എങ്ങോട്ടേക്ക് പോകും? ഫോക്കസിൽ കൂടെ കയറിപ്പോകും. ആണല്ലോ. രണ്ടാമത്തെ റൂൾ നമ്മൾ പറയുകയാണ്. ഒരു റേ നേരെ ഫോക്കസിലൂടെ വീഴുന്നു വിചാരിക്കുക. ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും. നമ്മളൊരു ലേസർ എടുത്തിട്ട് നേരെ ഫോക്കസിനകത്തൂടെ വിടുന്നു വിചാരിക്കുക. ഫോക്കസിലൂടെയാണ് പോകുന്നതെങ്കിൽ അതെങ്ങോട്ട് പോകും? അത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. ആദ്യം പറഞ്ഞത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് റേ വന്നാൽ അത് ഫോക്കസിൽ കൂടെ റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്ത് തട്ടി തിരിച്ചു പോകും. ഓക്കെ, ഇനി നമ്മൾ നേരെ ഫോക്കസിൽ കൂടെ ഒരു ലൈൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് തട്ടി തിരിച്ചു പോകും. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിരിക്കും. രണ്ട് റൂളായി. അതായത് ഫോക്കസിൽ കൂടെ എങ്ങനെ പോലും ഫോക്കസിൽ കൂടെ ഇങ്ങനെ പോകുന്നു വിചാരിക്കുക. ഇങ്ങനെ പോകുന്ന റേ എങ്ങനെ പോകും? തിരിച്ച് ഇങ്ങനെ പാരലായിട്ട് പോകും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഫോക്കസിൽ കൂടെ പോവുകയാണെങ്കിൽ അത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. അപ്പോൾ രണ്ട് റൂളായേ. 4 റൂളാണ് മൊത്തം ഉണ്ടെന്ന് പറഞ്ഞത്. അതിൽ 2 റൂൾ കഴിഞ്ഞു. ഈ 2 റൂളും വലിയ ബുദ്ധിമുട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോക്കസ് ഉണ്ട്, ഇവിടെ നമുക്ക് സി ഉണ്ട്, ഫോക്കസ് ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ റൂൾ നമ്മൾ പറയുകയാണ്. 2 റൂൾ പറഞ്ഞു. ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോയി കഴിഞ്ഞാൽ തട്ടി തിരിച്ച് ഫോക്കസ് വഴി പോകും. ഫോക്കസ് വഴി റേ പോയി കഴിഞ്ഞാൽ തിരിച്ച് പാരലായിട്ട് പോകും. ഇതാണേ റൂള്. മനസ്സിലായേ?
ഇനി അടുത്ത റൂൾ ഇതാ, നമ്മുടെ ലൈൻ നേരെ പോകുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ വഴിയാണ്. സെൻറ്ററിൽ കൂടെയാണ് നമ്മുടെ റേ പോകുന്നത് വിചാരിക്കാം. സെൻറ്ററിൽ കൂടെ നമ്മുടെ റേ അങ്ങോട്ട് പോയി, അത് തിരിച്ച് സെൻറ്ററിൽ കൂടെ തന്നെ തിരിച്ചു കൂടെ? അതാണ് മൂന്നാമത്തെ റൂൾ. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ നമ്മുടെ ലേസർ അല്ലെങ്കിൽ ഒരു റേ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ആ റേ തിരിച്ച് അതേ വഴി തന്നെ തിരിച്ചു പോകും. അതാണ് മൂന്നാമത്തെ റൂൾ. എളുപ്പമല്ലേ? എളുപ്പമാണേ, സിമ്പിളാണേ. അപ്പോൾ ആദ്യം പറഞ്ഞ ഒരു റേ പാരലായിട്ട് പോയി കഴിഞ്ഞാൽ ഫോക്കസിൽ കൂടെ പോകും, ഫോക്കസിൽ കൂടെ പോയി കഴിഞ്ഞാൽ പാരലായിട്ട് പോകും. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോയി കഴിഞ്ഞാലോ അത് തിരിച്ച് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ തിരിച്ചു പോകും. അതാണ് അടുത്ത റൂൾ. ഇനി നാലാമത്തെ റൂൾ നോക്കാം. നാലാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റൂള് ഇതാ പഠിച്ചോ. ഇതാണ് നമ്മുടെ നാലാമത്തെ റൂള്. നമ്മുടെ റേ വന്നിട്ട് വീഴുന്നത് നേരെ പോളിലാണെന്ന് വിചാരിക്കുക. പോളിൻ്റെ തലയിലാണ് വീഴുന്നത് വിചാരിക്കുക. പോളിലേക്ക് വീഴുന്നെങ്കിൽ ഈ പോളിൽ നിന്ന് തട്ടി തിരിച്ചു പോകുന്നത് ഇവിടെ എത്ര ആംഗിളാണോ അതേ ആംഗിളിൽ തന്നെയായിരിക്കും. ഇവിടെ ഇപ്പോൾ 30 ഡിഗ്രിയിലാണ് നമ്മൾ റേ അങ്ങോട്ട് കൊടുക്കുന്നതെങ്കിൽ ആ 30 ഡിഗ്രി തന്നെയായിരിക്കും തിരിച്ചു പോകുന്നത്. അത്രയേ ഉള്ളൂ. അതാണ് ഇപ്പോൾ 4 റൂൾസായി. വളരെ സിമ്പിളാണ്. ഇത് റൂളെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വലിയ പേടിച്ചു പോയി. ഇത് എത്രയേ ഉള്ളൂ കാര്യം. അതായത് ഒന്നാമത്തെ റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മിറർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിലേക്കൂടെ പോകും. ഇതെന്ന് പറഞ്ഞാൽ ഫോക്കസാണ്. ഓക്കെ. രണ്ടാമത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഇങ്ങനെ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, നമ്മുടെ ഇവിടെ ഫോക്കസ് ഉണ്ട്. ഈ ഫോക്കസിൽ കൂടെയാണ് റേ പോകുന്നതെങ്കിൽ തിരിച്ചിതാ പാരലായിട്ട് തിരിച്ചു പോകും. ഇതാണ് രണ്ടാമത്തെ റൂള്. മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഇരിപ്പുണ്ട്. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോകുന്ന ലൈൻ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ തിരിച്ചു പോകും. അത് മൂന്നാമത്തെ റൂൾ. നാലാമത്തെ റൂൾ ഇതാണ് നാലാമത്തെ റൂൾ. പോളിൽ കൂടെ പോകുമ്പോഴത്തേക്ക് തിരിച്ച് അതേ ആംഗിളിൽ തന്നെ ഈ 2 ആംഗിൾസ് സെയിം ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. 4 റൂൾ വരച്ച് വെച്ചേക്കുന്നത്. 4 റൂൾ. കോൺവെക്സിനും ഇതുപോലെ തന്നെയാണ് കേട്ടോ. കോൺവെക്സിനും ഇതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ മനസ്സിലായോ? റൂൾസ് പഠിച്ചെങ്കിൽ ഇനി നമുക്ക് നേരെ റേ ഡയഗ്രത്തിലേക്ക് പോകാം. വളരെ സിമ്പിളാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് റേ ഡയഗ്രത്തിലേക്ക് പോകാം. റേ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോറടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഞാൻ പറയാം. കുറച്ചുകൂടെ ഒരു 10 മിനിറ്റ് കൊണ്ട് തീരും. 10 മിനിറ്റ് എടുക്കില്ല, അതിന് മുമ്പ് തീരും. ഓക്കെ. റേ ഡയഗ്രാംസ് ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റേ ഡയഗ്രാംസ് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഒറ്റയ്ക്ക് തന്നെ വരയ്ക്കാൻ പറ്റും. ഞാൻ അപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാൻ പറ്റും. അതാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കോൺകേവ് മിറർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കോൺകേവ് മിറർ എടുത്തു. ഞാൻ അതാ ഇവിടെ ഷെയ്ഡൊക്കെ ചെയ്ത്, ഞാൻ വൃത്തിയില്ലാതെയാണ് വരയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ വരച്ചോണേ. സാറ് വൃത്തിയില്ലാതെ വരച്ചു, ഞങ്ങളും വൃത്തിയില്ലാതെ വരയ്ക്കുന്നത് പറഞ്ഞാൽ സാറിന് മാർക്ക് കിട്ടാനില്ല, നിങ്ങൾക്കാണ് മാർക്ക് കിട്ടുന്നത്. നിങ്ങളുടെ മാർക്ക് പോകും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സി മാർക്ക് ചെയ്യുന്നു. സി എന്ന് പറയുന്നത് നമ്മൾ കോമ്പസ് വെച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ ആ കോമ്പസ് കുത്തുന്ന ഭാഗം സി ആയിട്ട് എടുത്താൽ മതിയേ. രണ്ടിനും കൂടെ സെൻറ്റർ നമുക്ക് എന്തെടുക്കാം? ഫോക്കസ് എന്ന് എടുക്കാം. ഇതാണ് നമ്മുടെ ഇമേജ്, നമ്മുടെ മിറർ. ഇതാണ്. ഞാൻ ഈ ഒരു മിറർ ഒരു ഇമേജ് ഒരു രീതിയിൽ തന്നെ എല്ലാം പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഈ ഒബ്ജക്റ്റിന് എന്താണ് റേ ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ പല സ്ഥലത്ത് വെക്കുകയാണ്. അതിൻ്റെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഒബ്ജക്റ്റിനെ നമ്മൾ പല സ്ഥലത്തേക്ക് വെക്കുന്നു. ആദ്യം ഒബ്ജക്റ്റ് വയ്ക്കുന്നത് ദൂരെ എവിടെയോ കൊണ്ട് വെച്ചേക്കുന്നത്. ഇൻഫിനിറ്റിയാണ് ഫസ്റ്റ്. അതെവിടെയാണ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് വരയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ നമുക്ക് വരയ്ക്കണം. എവിടെയോ വെച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതിൽ നിന്നൊരു റേ വന്ന് മിററിൽ തട്ടി പാരലായിട്ടാണ് വരുന്നത്. ഈ പാരലായിട്ട് വരുന്ന റേ എതിലേക്കൂടെ പാസ് ചെയ്യുന്നു നമ്മൾ പഠിച്ചു. പാരലായിട്ട് വരുന്ന റേ ഇതിലേക്കൂടെ പാസ് ചെയ്യടേ, ഫോക്കസിൽ കൂടെ പാസ് ചെയ്താൽ പോയാൽ ഫോക്കസിൽ കൂടെ. അപ്പോൾ എവിടുന്നോ വന്ന ഒരു റേ അത് വന്നിട്ട് പാരലായിട്ട് വന്ന് നേരെ ഫോക്കസിൽ കൂടെ തിരിച്ചു പോയി. അതേ ഒബ്ജക്റ്റിൻ്റെ വേറൊരു റേ വന്നു എവിടെ തട്ടി? മിററിൽ തട്ടി. തിരിച്ചു പോകുന്ന ഇതുവഴിയാണ്, ഫോക്കസിൽ കൂടെ തിരിച്ചു പോയാൽ. ഓക്കെ. അപ്പോൾ എവിടുന്നോ റേസ് ഇങ്ങനെ പാരലായിട്ട് വന്ന് ഫോക്കസിൽ കൂടെ തിരിച്ചു പോകുന്നു. ഫോക്കസിൽ ഈ റേ എല്ലാം കൂടെ കൂട്ടിമുട്ടുന്നു. ഇമേജ് എവിടെ ഫോം ചെയ്യും? ഇതിൻ്റെ ഇമേജ് ഇവിടെ ഇൻഫിനിറ്റി ആണേ. ഇൻഫിനിറ്റിയിൽ എന്തുണ്ട്? ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇമേജിൻ്റെ പ്രത്യേകത ഇവിടെ എഴുതാം. ഇമേജിൻ്റെ പ്രത്യേകത 1, ഇമേജ് ഫോംഡ് അറ്റ് ഫോക്കസിലാണ് ഫോം ചെയ്യുന്നത്. ഇമേജ് എവിടെ ഫോം ചെയ്യും? ഫോക്കസിൽ ഫോം ചെയ്യും. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഇമേജിൻ്റെ പ്രത്യേകത കുഞ്ഞൻ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. ഇമേജിൻ്റെ പ്രത്യേകത ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ഡിമിനിഷ്ഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞനിൽ ഇമേജ്, ചെറിയ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. 3, റിയൽ ആണോ വിർച്വൽ ആണോ? വിർച്വൽ നമ്മൾ ആദ്യം പറഞ്ഞു. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീനിൽ പുറത്ത്, ഇതിൻ്റെ മിററിൻ്റെ പുറത്ത്, മിററിനകത്തല്ല, മിററിൻ്റെ പുറത്ത്. മിററിൻ്റെ പുറത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മിററിൻ്റെ പുറത്താണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്ത് ഇമേജ് വരും? റിയൽ ഇമേജ് ആണ്. വിർച്വൽ അല്ല. വിർച്വൽ എന്ന് പറഞ്ഞാൽ മിററിനകത്ത്, റിയൽ എന്ന് പറഞ്ഞാൽ മിററിന് പുറത്ത് കേട്ടോ. തിരിഞ്ഞു പോകരുതെല്ലാം കൂടെ. അപ്പോൾ ഫോക്കസിലാണ് വരുന്നത്. ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും, റിയൽ ഇമേജ് ആയിരിക്കും.
പിന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. ഫോക്കസിൽ ഡിമിനിഷ്ഡ്, റിയൽ, തലതിരിഞ്ഞിരിക്കുന്ന ഇമേജ് ആയിരിക്കും. ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. ഇൻവേർട്ടഡ് ഇമേജ്, തലതിരിഞ്ഞിരിക്കുന്ന ഇമേജ് ആയിരിക്കും. ഇമേജ് ഇൻവേർട്ടഡ് ആണ്, തലതിരിഞ്ഞാണ്. നമ്മൾ ഈ പേനയാണ് ഇവിടെ വയ്ക്കുന്നതെങ്കിൽ കിട്ടുന്ന ഇമേജ് ഇതാ ഇതിൻ്റെ കുഞ്ഞൊരു പേന തലതിരിഞ്ഞിരിക്കും, അതാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? ഫോക്കസ്, ഫോക്കസ്, ഫോക്കസ്. ഓർത്തിരിക്കുക. പ്രത്യേകത എഴുതാനും പഠിച്ചല്ലോ. പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഇമേജിനെ നമ്മൾ ഇപ്പോൾ ഇമേജ് ഇരിക്കുന്ന എവിടെയായിരുന്നു? ഇൻഫിനിറ്റിയിലായിരുന്നു. അപ്പോൾ അതാ ഇതിനകത്തുനിന്ന് തന്നെ ഞാൻ ഈ ഇമേജിനെ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. ഈ ഇമേജിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടിരുന്നു. ഓക്കെ, അതിനനുസരിച്ച് ഇമേജിനെ അല്ലല്ലോ, ഒബ്ജക്റ്റിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടിരുന്നു. ഇമേജ് അതിനനുസരിച്ച് എവിടെ ഫോം ചെയ്തു നോക്കാം. ഒബ്ജക്റ്റ് ബിയോണ്ട് സി, ഒബ്ജക്റ്റിനെ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് തള്ളി. സി ഇവിടെയാണെങ്കിൽ സിയുടെ ഇപ്പുറത്ത് ബിയോണ്ട് സി ഇതായി ഇവിടെ കൊണ്ടുവച്ചു ഒബ്ജക്റ്റിന്. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ്, OB എന്ന് കൊടുക്കാം. ഒബ്ജക്റ്റിനെ നമുക്ക് OB എന്ന് കൊടുക്കാം. അപ്പോൾ ഒബ്ജക്റ്റിനെ ഞാൻ മുന്നോട്ട് തള്ളി. ഇൻഫിനിറ്റിയിൽ എവിടെയോ ഇരുന്ന ഒബ്ജക്റ്റിനെ ഞാനെടുത്ത് എവിടെ കൊണ്ടുവച്ചു? ഇപ്പോൾ ഇരിക്കുന്നത് ബിയോണ്ട് സി ആണ്, സിയുടെ പുറകിലാണ് ഇരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും. ആ ഇമേജിൽ നിന്ന്, ആ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ലൈൻ നേരെ പാസ് ചെയ്ത് പോകുന്നു. ഈ നേരെ പോകുന്ന ലൈൻ ഇതിലേക്ക് കൂടെ പാസ് ചെയ്യും, ഫോക്കസിൽ കൂടെ പോയി. ആണല്ലോ, ഫോക്കസിൽ കൂടെ പോയി. ഇനി രണ്ടാമത്തെ ലൈൻ, ഇതിൽ നിന്ന് രണ്ടാമത്തെ ലൈൻ നമ്മൾ വരയ്ക്കേണ്ടത് ഫോക്കസിൽ കൂടെയാണ്. ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് വഴി തിരിച്ചു പോകും? അത് ഇതുവഴി തിരിച്ചു പോകും, പാരലായിട്ട് തിരിച്ചു പോകും. നമ്മൾ പറഞ്ഞു, നേരത്തെ പഠിച്ച റൂൾ തന്നെയാണ്. പാരലായിട്ട് പോയി കഴിഞ്ഞാൽ ഫോക്കസിൽ കൂടെ പോയി, ഫോക്കസിൽ കൂടെ പോകുന്ന ലൈൻ പാരലായിട്ട് പോയി. മനസ്സിലായോടെ? കൺഫ്യൂഷനായോ? ഇല്ലല്ലോ. പാരലായിട്ട് പോകുന്ന ലൈൻ ഫോക്കസിൽ കൂടെ തിരിച്ചു പോയി, ഫോക്കസിൽ കൂടെ പോയ ലൈൻ പാരലായിട്ട് തിരിച്ചു പോയി. ഈ രണ്ട് ലൈനൂടെ കൂട്ടിമുട്ടിയത് എവിടെയാണ്? ഇവിടെയാണ് കൂട്ടിമുട്ടിയത്. അതായത് ഇങ്ങനെ നമുക്ക് ഇമേജ് വരയ്ക്കാൻ തല തിരിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്ത് എവിടെയാണെന്ന് കണ്ടോ? ഇമേജ് IM എന്ന് കൊടുക്കുക, എവിടെ സ്ഥലമൊന്നുമില്ല, IM എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും ചെറിയ ഇമേജ്. ആ ഒബ്ജക്റ്റിനേക്കാളും ചെറിയ ഇമേജ് അല്ലേ വന്നത്. അപ്പോൾ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തത്? ഇമേജിൻ്റെ പ്രത്യേകത ഇമേജ് ഫോം ചെയ്തത് ബിറ്റ്വീൻ C ആൻഡ് F. കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ. ബിറ്റ്വീൻ C ആൻഡ് F, സിയുടെയും എഫിൻ്റെയും ഇടയ്ക്കാണ് ഇമേജ് ഫോം ചെയ്തത്. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ചെറിയ ഇമേജാണോ വലിയ ഇമേജാണോ? ചെറിയ ഇമേജ്, ഡിമിനിഷ്ഡ് ഇമേജ് അല്ലെങ്കിൽ ചെറിയ ഇമേജാണ്. ഇനി മറ്റൊരു പ്രത്യേകത എന്താ? ഇമേജ് ഇൻവേർട്ടഡ് ഇമേജാണ്, തല തിരിഞ്ഞിരിക്കുന്ന ഇമേജാണ്. ഈ ലൈനിൻ്റെ താഴേക്ക് വരുന്ന എല്ലാം ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. ആ ലൈനിൻ്റെ താഴേക്ക് വരുന്ന ഇമേജ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും കേട്ടോ. മേളിലേക്ക് വരുന്ന ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, ഓർത്തിരിക്കുക. ഇൻവേർട്ടഡ് ഇമേജാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത റിയൽ ഇമേജ് ആയിരിക്കും. കാരണം ഈ മിററിൻ്റെ ഫ്രണ്ടിലാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് റിയൽ ഇമേജ്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. 6 പടം വരയ്ക്കാൻ കേട്ടോ, 2 എളുപ്പമല്ലേ. ഒന്നാമത് ഇൻഫിനിറ്റി ഇരുന്നപ്പോൾ ഫോക്കസിൽ ഇമേജ് ഫോം ചെയ്തു. രണ്ടാമത്തത് നമ്മൾ ഒബ്ജക്റ്റിനെ കുറച്ചുകൂടെ മുന്നോട്ട് തള്ളി ബിയോണ്ട് സിയിൽ കൊണ്ടുവച്ചു, സിയുടെ മുമ്പിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇമേജ് ഇവിടെ ഫോം ചെയ്തു ബിറ്റ്വീൻ C ആൻഡ് F, സിയുടെയും എഫിൻ്റെയും കൂടെ ഇടയ്ക്ക് ഫോം ചെയ്തു. മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തത് നമ്മൾ ഇമേജിനെ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് ഞാൻ പറയുമ്പോൾ ഒബ്ജക്റ്റ് ഇമേജും കൂടെ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, പെട്ടെന്ന് പറയുന്നതുകൊണ്ടാണ്. ഒബ്ജക്റ്റിനെയാണ് നമ്മളെടുത്ത് നീക്കി വെക്കാൻ പോകുന്നത്. ഇമേജ് നമുക്ക് ഫോം ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ തന്നെ അങ്ങ് വരയ്ക്കാം, ഈ ഒരു ഫിഗറിൽ തന്നെ അങ്ങ് വരയ്ക്കാം. നോക്കിക്കോളൂ. ഒബ്ജക്റ്റിനെ ഞാൻ എടുത്ത് എവിടെ കൊണ്ടുവയ്ക്കുന്നു? ഒബ്ജക്റ്റ് നമ്മൾ ബിയോണ്ട് C ആയിരുന്നു നേരത്തെ വെച്ചത്. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് തള്ളി വെക്കുമ്പോഴത്തേക്ക് ഒബ്ജക്റ്റ് ഈസ് അറ്റ് C. ഒബ്ജക്റ്റിനെ നമുക്ക് എവിടെ വയ്ക്കാം? സിയിൽ വയ്ക്കാം. സിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈൻ എങ്ങനെ വരയ്ക്കണം? പാരലായിട്ട് വരച്ചു. പാരലായിട്ട് വരച്ചാൽ അത് ഫോക്കസിൽ കൂടെ പോകും, നമുക്കറിയാം. ഫോക്കസിൽ കൂടെ പോയി ആണേ. സെക്കൻഡ് ലൈൻ നമ്മൾ എങ്ങനെ വരയ്ക്കണം? സെക്കൻഡ് ലൈൻ നമുക്ക് ഫോക്കസിൽ കൂടെ പോകണം. ഫോക്കസിൽ കൂടെ പോയി. ഫോക്കസിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഫോക്കസിൽ കൂടെ നമ്മൾ നേരെ ഒരു ലൈൻ ഫോക്കസിൽ കൂടെ വിട്ടു, ഇവിടെ വിട്ടു. ആണല്ലോ. ഇത് നമുക്ക് എന്ത് ചെയ്യും? തട്ടി തിരിച്ച് പാരലായിട്ട് പോകും. നമുക്ക് പാരലായിട്ട് പോകും. കണ്ടോ, പാരലായിട്ട് പോയി. അപ്പോൾ നമ്മുടെ ഇമേജ് ഫോം ചെയ്തത് ഇവിടെയാണ്. കൺഫ്യൂഷനായോ? ചെറുതായിട്ട്. അതായത് ഇവിടെ ഇത് ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിന് ഒരു ലൈൻ പോകുന്നു, അത് നേരെ പാരലായിട്ട് പോയിട്ട് ഫോക്കസിൽ കൂടെ തിരിച്ചു പോയി. രണ്ടാമത്തെ ലൈൻ ഫോക്കസിൽ കൂടെ പോയി, അത് പാരലായിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ രണ്ട് ലൈനും കൂടെ കൂട്ടിമുട്ടിയത്, ഈ തിരിച്ചു വരുന്ന ലൈൻസ് കൂട്ടിമുട്ടും, തിരിച്ച് റിഫ്ലക്റ്റഡ് റേസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്തായിരിക്കും ഇമേജ് ഫോം ചെയ്യും.
അപ്പോൾ ഈ റിഫ്ലക്റ്റഡ് റേ ഇതാ ഇതിനെ കൂടെ ഈ ലൈനും കൂടെ കൂട്ടിമുട്ടിയ സ്ഥലം എവിടെയാണ്? ഇതാ ഇവിടെയാണ്. ഇവിടെ ദാ ഒരു ഇമേജ് ഫോം ചെയ്തു. ഇമേജിൻ്റെ പ്രത്യേകത എന്താണ്? ഇമേജിൻ്റെ പ്രത്യേകത ഇമേജ് അറ്റ് എവിടെയാണ്? സിയിൽ തന്നെ ഫോം ചെയ്തു. അപ്പോൾ സിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് എവിടെ കിട്ടും? സിയിൽ തന്നെ കിട്ടും. പക്ഷേ ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, തലതിരിഞ്ഞ് ഇമേജ് ആയിരിക്കും. നോക്കിയേ, തലതിരിഞ്ഞ് ഇമേജാണ്. ഇമേജിൻ്റെ സൈസ് സെയിം സൈസ് ആയിരിക്കും. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് തന്നെയായിരിക്കും ഇമേജിന്. വിർച്വലാണോ റിയലാണോ? റിയൽ ഇമേജാണ്. ഓക്കെ, റിയൽ ഇമേജ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ സിയിൽ നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? സിയിൽ തന്നെ ഫോം ചെയ്യും. ഞാൻ വരച്ചേക്കുന്ന അങ്ങോട്ടൊക്കെ ചെറുതായിട്ട് വളഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ സ്കെയിലൊന്നും ഇല്ലാതെ വെറുതെ പേന വെച്ച് വരയ്ക്കണം. നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. 3 കണ്ടീഷനായി. 4ാമത്തെ കണ്ടീഷൻ നോക്കാം. മനസ്സിലായല്ലോ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കുക. ഒന്ന് പ്രീവിയസ് അടിച്ചിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇമേജ് ഇപ്പോൾ നമ്മൾ വെച്ചത് സിയിലാണെങ്കിൽ ഇനി നമ്മൾ ഇമേജ് അല്ലടേ ഒബ്ജക്റ്റ് പറയുമ്പോൾ തിരിഞ്ഞു പോകും. ഒബ്ജക്റ്റ് അടുത്തത് വയ്ക്കാൻ പോകുന്നത് ഇവിടെ ഇവിടെ സി എഫ്. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചാൽ സിയിലല്ലേ, നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ഇതാ ഇവിടെ കയറ്റിക്കാം. എവിടേക്കാണ്? ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിക്കും എഫിനും ഇടയ്ക്കാണ് നമ്മൾ വയ്ക്കുന്നത് വിചാരിക്കുക. വരയ്ക്കുന്നതൊക്കെ സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. എല്ലാ ലൈനും ഒരുപോലെ തന്നെയാണ് വരയ്ക്കുന്നത്. ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലെ ഫസ്റ്റ് ലൈൻ ദാ പോകുന്നു. ഫസ്റ്റ് ലൈൻ ഇങ്ങനെ പോയിട്ട് അത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകും. ആണല്ലോ? ആണേ, ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകും. 2ാമത്തെ ലൈൻ ദാ ഇങ്ങനെ പോകും, ഫോക്കസിൽ കൂടെ പോകും. ഫോക്കസിൽ കൂടെ പോയി കഴിഞ്ഞാൽ അതെങ്ങനെ പാസ് ചെയ്ത് പോകും? അത് ദാ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. എവിടെ ഫോം ചെയ്തു? ദാ ഇവിടെ ഫോം ചെയ്തു ഇമേജ്. ആരോ മാർക്ക് ഇടണം. റിഫ്ലക്റ്റഡ് റേ. ആദ്യത്തെ ലൈൻ ദാ പാരലായിട്ട് പോയി ഫോക്കസിൽ കൂടെ പോയി. 2ാമത്തെ ലൈൻ ഫോക്കസിൽ കൂടെ പോയി പാരലായിട്ട് പോയി. നമ്മൾ ഫസ്റ്റ് 2 റൂളാണ് ഈ ഉപയോഗിക്കുന്നത് മൊത്തം കേട്ടോ. നമ്മുടെ റൂൾ പഠിച്ച് 4 റൂൾ പഠിച്ചില്ല, 2 റൂളാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഇമേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഇമേജ് എവിടെയാണ്? ഇമേജ് എന്ന് പറയുന്നത് ബിയോണ്ട് സി ആയിരിക്കും, സിയുടെ അപ്പുറത്ത്. ഇമേജ് ഇതാണ്, ഇമേജ് ഇതാണ്, ഒബ്ജക്റ്റ് ഇതാണ്. ഒബ്ജക്റ്റ് നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ ഇമേജ് പുറമോട്ട് പോയി, ബിയോണ്ട് സിയിലെത്തി അല്ലേ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, തലതിരിഞ്ഞ് ഇമേജ് ആയിരിക്കും. അതിൻ്റെ കൂടെ 3ാമത്തെ പ്രത്യേകത എന്താണ്? മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും, അല്ലെങ്കിൽ എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. മാഗ്നിഫൈഡ് ഇമേജ് അല്ലെങ്കിൽ എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. ഓക്കെ, 4ാമത്തെ പ്രത്യേകത, അടുത്ത പ്രത്യേകത എന്താ? റിയൽ ഇമേജ് ആയിരിക്കും, റിയൽ ഇമേജ്. ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? മറന്നുപോയോ? ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോൾ എഫിൽ ഫോക്കസിൽ വന്നു. പിന്നെയോ ബിയോണ്ട് സിയിൽ വെച്ചപ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് വന്നു. സിയിൽ വെച്ചപ്പോൾ സിയിൽ തന്നെ ഫോം ചെയ്തു. പിന്നെ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ഇമേജ് ഇവിടെ പോയി ബിയോണ്ട് സി. നേരെ തല തിരിഞ്ഞാണ് വരുന്നത്. നിങ്ങൾ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് വരുന്നത്. നേരെ തിരിഞ്ഞാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കണമെന്നില്ല, ആ റൂൾ അറിയാമെങ്കിൽ പിന്നെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടിത് ചെയ്യാൻ പറ്റും. അടുത്തത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ ഇനി നമ്മൾ എവിടെയാണ് വയ്ക്കാൻ പോകുന്നത്? ഇമേജിനെ, ഒബ്ജക്റ്റിനെ എവിടെയാണ് വയ്ക്കാൻ പോകുന്നത്? ഇപ്പോൾ ഇവിടെയാണ് വെച്ചത്, നമ്മൾ നേരെ ഫോക്കസിലേക്ക് എടുത്ത് വെച്ചു. നേരെ എവിടെ കൊണ്ടുവച്ചു? ഫോക്കസിൽ കൊണ്ടുവച്ചു. മുന്നോട്ട് കൊണ്ടുപോവാണ് നമ്മൾ. കണ്ണാടിക്ക് അടുത്തേക്ക് കൊണ്ടുപോവാണ്. നമ്മളെവിടെ കൊണ്ടുവച്ചു? ഫോക്കസിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്കോ ദാ പോകുന്നു ലൈൻ. ഒരു ലൈൻ നേരെ പോയി, അത് ദേ പാരലായിട്ട് തിരിച്ചു പോയി. മീൻസ് അതിനെ ഫോക്കസിൽ കൂടെ തന്നെ തിരിച്ചു പോയി. പാരലായിട്ടൊരു ലൈൻ പോയി, പാരലായിട്ട് ഇതാ ഇങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവിടുന്ന് ഫോക്കസിൽ കൂടെ തിരിച്ചു പോയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ലൈൻ ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഫോക്കസിലേക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, ഫോക്കസിലാണ് ഇരിക്കുന്നത്. നമുക്ക് നേരെ സിയിലേക്ക് വരയ്ക്കാം. സിയിലേക്ക് വരയ്ക്കുമ്പോഴത്തേക്കും ഇതിപ്പോൾ ഫോക്കസിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ പോയ ലൈൻ നേരെ ഫോക്കസിലേക്ക് ഇങ്ങനെ പോവും. അടുത്ത് നമ്മൾ സിയിലേക്ക് വരയ്ക്കാൻ പോവാണ്. സിയിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് സിയിലേക്ക് വരയ്ക്കേണ്ടത്. സിയിലൂടെ പാസ് ചെയ്ത് ഇവിടെ തട്ടിയിട്ട് തിരിച്ച് ഇങ്ങനെ പോകും. ഓക്കെ, ചെറുതായിട്ട് വളഞ്ഞു പോയിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് വളയ്ക്കുക. ഇങ്ങനെ പോകും. ഇങ്ങനെ നീട്ടി നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു പോയിന്റിൽ വന്ന് അത് കൂട്ടിമുട്ടും. ഏതോ ഒരു പോയിന്റിൽ വന്നിട്ട് കൂട്ടിമുട്ടും. ഇങ്ങോട്ട് പോകുന്ന ഏതോ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. അതായത് ഈ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഇമേജിൻ്റെ പ്രത്യേകത, ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യും. നമ്മൾ ആദ്യം പഠിച്ചു, ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വയ്ക്കുകയാണെങ്കിൽ ഇമേജ് ഫോക്കസിലായിരിക്കും. അതുപോലെ ഫോക്കസിൽ ഒബ്ജക്റ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും.
ഇമേജ് എവിടെ ആയിരിക്കും? ഇൻഫിനിറ്റിയിൽ. പ്രത്യേകത എന്താ? അതാ ഇങ്ങോട്ട് പോകുന്നതോറും വലിയ ഇമേജ് ആയിരിക്കും അല്ലേ? ഹൈലി എൻലാർജ് അല്ലെങ്കിൽ ഹൈലി മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും, റിയൽ ഇമേജ് ആയിരിക്കും. ഇൻഫിനിറ്റിയിലായിരിക്കും ഹൈലി എൻലാർജ്ഡ്, റിയൽ, പിന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ ഇൻവേർട്ടഡ്, തല തിരിഞ്ഞ ഇമേജ് ആയിരിക്കും. കാരണം താഴെയാണ് വീഴുന്നത് ഇമേജ്. ക്ലിയർ ആയോ? ഇതാണ് എഫിൽ വെച്ചുള്ള ഗുണം. ഒറ്റ കണ്ടീഷനൂടെ ഉള്ളൂ, അതിതാണ്. ലാസ്റ്റ് സിറ്റുവേഷൻ നമ്മൾ ഈ ഒറ്റ ഫിഗറിനകത്താണ് വരച്ചത്, മൊത്തം വൃത്തിയുടെ ഫിഗർ. ഓക്കെ, ലാസ്റ്റ് കണ്ടീഷൻ നോക്കാം. ലാസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് നോക്കാൻ പോകുന്നത് ഇമേജ് ഇവിടെ സി, ഇവിടെ എഫ്, ഇത് പി ആണ്. ലാസ്റ്റ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് കുറച്ചും കൂടെ മുന്നോട്ട് വയ്ക്കുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എഫിനും പിക്കും ഇടയ്ക്ക് ഇതായിരിക്കുന്നു, ബിറ്റ്വീൻ എഫ് ആൻഡ് പി. പോളിനും ഫോക്കസിനും ഇടയ്ക്ക് നമ്മൾ വയ്ക്കുന്നു. ഇതാ പോകുന്നു. ഫസ്റ്റ് ലൈൻ നമ്മൾ നേരെ പാരലായിട്ട് വരയ്ക്കുന്നു. പാരലായിട്ട് വരച്ചാൽ അതെങ്ങനെ പോകും? അത് നേരെ ഫോക്കസിൽ കൂടെ ഇതാ തിരിച്ചു പോകും. ഫോക്കസിൽ കൂടെ തിരിച്ചു പോയി ആണല്ലോ. സെക്കൻഡ് ലൈൻ നമ്മൾ നേരെ ഇതാ സിയിലൂടെ വരയ്ക്കുന്നു. സിയിലൂടെ ഒരു സെക്കൻഡ് ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ പോകും. കണ്ടോ? അത് സി കൂടെ തന്നെ എന്ത് ചെയ്യും? സി കൂടെ തന്നെ തിരിച്ചു. ഇവിടെ നോക്കുമ്പോൾ നോക്കി അകന്ന് പോവുകയാണ്, ലൈൻസ് തമ്മിൽ അകന്ന് ഇങ്ങനെ പോവുകയാണ് ആണല്ലോ. അതുകൊണ്ട് ഇവിടെ എന്തായാലും ഇമേജ് ഫോം ചെയ്യില്ല. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ ഇമേജ് ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയാലേ ഇമേജ് ഫോം ചെയ്യും. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ അകന്നാണ് പോകുന്നത്, അതുകൊണ്ട് ഒരിക്കലും ഇമേജ് അവിടെ ഫോം ചെയ്യില്ല. പക്ഷേ ഇവിടെ നോക്കി ഇതിനെ കുറച്ച് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് നോക്കി, എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു പോയിന്റിൽ ഇമേജ് ഫോം ചെയ്യും, ഇവിടെ ഒരു പോയിന്റിൽ ഇമേജ് ഫോം ചെയ്യും. മനസ്സിലായോ? ഇവിടെ എന്തായാലും ഇമേജ് ഫോം ചെയ്യില്ല, അകന്ന് പോകുന്നുണ്ട്. അവിടെ ഇത് കൂട്ടിമുട്ടുമ്പോൾ അതിനകത്ത് ഈ ഒരു കണ്ടീഷനിൽ മാത്രം മിററിനകത്ത് ഇമേജ് ഫോം ചെയ്യും. ഈ മിററിനകത്ത് ഇമേജ് ഫോം ചെയ്യുന്നത് എന്ത് ഇമേജാണ്? വിർച്വൽ ഇമേജാണ്. അപ്പോൾ ഇവിടെ ബിഹൈൻഡ് ദ മിററാണ്, ബിഹൈൻഡ് ദ മിററിനകത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഇത് വിർച്വൽ ഇമേജാണ്. ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, നേരെ ഇരിക്കുന്ന ഇമേജ് ആയിരിക്കും. പിന്നെ എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും, വലിയ ഇമേജ് ആയിരിക്കും. ഇതാണ് പ്രത്യേകത. സംശയം ഉണ്ടെങ്കിൽ ഒരു കോൺകേവ് മിറർ എടുത്തിട്ട് നമ്മുടെ അടുത്തേക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്കതിൽ വലിയ മുഖം കാണാൻ പറ്റും, വലിയ ഇമേജ്. ദൂരേക്ക് പോകും തോറും നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റില്ല, അത് സ്ക്രീനിൽ എവിടെയെങ്കിലും പതിപ്പിക്കാനേ പറ്റത്തുള്ളൂ. ഇതാണ് എൻ്റെ പ്രത്യേകത. ഇത്രയാണ് റേ ഡയഗ്രാംസ്. ഓക്കെ, ക്ലിയർ ആയോ? റേ ഡയഗ്രാംസ് ഇപ്പോൾ എളുപ്പമല്ലേ? നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോഴത്തേക്കും ഇമേജ് അവിടെ ഫോക്കസിൽ വന്നു. കുറച്ച് മുന്നോട്ട് വെച്ച് ബിയോണ്ട് സി വെച്ചപ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് വന്നു. കുറച്ച് മുന്നോട്ട് സിയിൽ വെച്ചപ്പോൾ സിയിൽ വന്നു. സി ആൻഡ് എഫ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെച്ചപ്പോൾ ബിയോണ്ട് സി പോയി. എഫിൽ വെച്ചപ്പോൾ ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്തു. പിന്നെ ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിൽ വെച്ചപ്പോഴത്തേക്കും മിററിനകത്ത് ഫോം ചെയ്തു. സിമ്പിളല്ലേ? എളുപ്പമല്ലേ? അപ്പോൾ ഇനി ആ ടേബിൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇനി ആ ടേബിൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഓരോ കണ്ടീഷനും അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയോ? കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഇത് ഇത്രയും കോൺകേവ് മിററിൻ്റേതാണ്. കോൺവെക്സ് മിററിന് ഒരു ഒറ്റ റേ ഡയഗ്രാം മാത്രമേ വരൂ. അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും ഈ ചാപ്റ്റർ മൊത്തം നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ റേ ഡയഗ്രാം മാത്രമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ചാപ്റ്റർ മൊത്തത്തിലായി. ഇപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കോൺവെക്സ് മിററിൻ്റെയും കൂടെ നമുക്ക് പറഞ്ഞുതരാം. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയാണ് കോൺവെക്സ് മിറർ ഇരിക്കുന്നത്. കോൺവെക്സ് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എപ്പോഴും പുറത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ സി എഫ് ഒക്കെ വരുന്നത് എവിടെയാണ്? സി എഫ് ഒക്കെ വരുന്നത് ഇവിടെ അകത്താണ് അല്ലേ? ഇവിടെ സി, ഇവിടെ എഫ്, മിററിനകത്താണ് വരുന്നത്. നമുക്ക് ഒബ്ജക്റ്റ് എപ്പോഴും ഇവിടെ ഫ്രണ്ടിലേ വെക്കാൻ പറ്റൂ. ഇത് പി ആണ്. ഒബ്ജക്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെച്ചു. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ പോകുന്നു. ഇതാണ് ഫസ്റ്റ് ലൈൻ. ഫസ്റ്റ് ലൈൻ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ലൈൻ ഫോക്കസിൽ കൂടെ പോകും. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലായിട്ട് പോകുന്ന ലൈൻ ഫോക്കസിൽ കൂടെ പോകും. ഇവിടെ ഫോക്കസിൽ കൂടെ പോകാൻ പറ്റില്ല, കാരണം ഫോക്കസ് മിററിനകത്താണ്. അതുകൊണ്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെയായിരിക്കും പോകുന്നത്, ഇങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താലോ നേരെ ഫോക്കസിലേക്ക് വരും. മനസ്സിലായി? ഇവിടെ മിററിൽ തട്ടിയിട്ട് തിരിച്ചാണ് പോകുന്നത്. തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇത് നേരെ വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിലേക്ക് ചെല്ലും. രണ്ടാമത്തെ ലൈൻ നമുക്ക് സിയിലേക്ക് വരയ്ക്കാം. സിയിലേക്ക് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് സിയിലേക്ക് പോകുന്നത്. ഇതാണ് ഈ ഒബ്ജക്റ്റിൻ്റെ ഭാഗം. ഒബ്ജക്റ്റിൻ്റെ ഇവിടുന്ന് സിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ തട്ടി തിരിച്ചു പോകല്ലേ. പക്ഷേ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ ഇവിടെ സിയിലെത്തും. അപ്പോൾ ഈ രണ്ട് ലൈനിലൂടെ കൂട്ടിമുട്ടുന്ന ഈ ഭാഗത്തായിരിക്കും ഇമേജ് ഫോം ചെയ്തത്. ഇത് രണ്ടുകൂടെ കൂട്ടിമുട്ടുന്ന ഇവിടെ. എന്താണ് ഇമേജിൻ്റെ പ്രത്യേകത? ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ഡിമിനിഷ്ഡ് ഇമേജാണ്, വിർച്വൽ ഇമേജാണ്. അതുപോലെ അകത്തായിരിക്കും ഫോം ചെയ്യുന്നത് അല്ലേ?
റിയൽ വിർച്വൽ ഇറക്റ്റ് ഇമേജാണ്. നേരെ നിൽക്കുന്ന ഇമേജ് ആയിരിക്കും. നമ്മൾ കോൺവെക്സ് മിററിനകത്ത് എല്ലാം എവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചാലും ഇമേജ് ഇത് തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഇമേജ് എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള റേ ഡയഗ്രാംസ്. ഇനി ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺകേവ് മിറർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അറിയാം. അതിൻ്റെ യൂസൊക്കെ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, പഠിക്കുക. റിഫ്ലക്ടറിനകത്തും അതുപോലെ ഡോക്ടർമാരുടെ കയ്യിരിക്കുന്ന ഡെന്റിസ്റ്റുകളുടെ കയ്യിരിക്കുന്ന ആ മിറർ എന്ന് പറയുന്നത് കോൺകേവ് മിററാണ്. പിന്നെ കോൺവെക്സ് മിറർ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഈ വണ്ടികളുടെ ഗ്ലാസ് ഉണ്ടല്ലോ, റിയർ വ്യൂ ഗ്ലാസ് എന്ന് പറയുന്നത്. റിയർ വ്യൂ ഗ്ലാസ്സിനകത്ത് നമ്മൾ ചെറുതായിട്ടുള്ള ഇമേജ് കാണുന്നത്. നമ്മൾ സൈഡിൽ ഗ്ലാസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു KSRTC ബസ്സോ വലിയ ലോറിയൊക്കെ ബാക്കിൽ വന്നാലും നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നതിനെ. സാധാരണ മിറർ വയ്ക്കാനായി കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്നത് ചെറുതാക്കി കാണാൻ സഹായിക്കുന്നത് ഈ കോൺവെക്സ് മിററാണ്. അപ്പോൾ റിയർ വ്യൂ മിറർ കോൺവെക്സ് മിററാണ്, ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് എൻ്റെ യൂസസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഡൗട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് കാണാതെ പഠിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഡൗട്ട് വരുന്നത് ഈ ഒരു കാര്യത്തിലാണ്, റേ ഡയഗ്രാംസ്. ഇപ്പോൾ ഡൗട്ട് മാറിയെന്ന് വിചാരിക്കുന്നു. മാറിയില്ലെങ്കിൽ ഒന്നും കൂടെ കണ്ടു നോക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ബൈ.